ഹലോ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു വിശേഷത്തിലോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയായിരുന്നല്ലേ, നമ്മുടെ ഗംഗാധരനും മാലതിയൊക്കെ വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനെ കണ്ടു. പക്ഷേ ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും അവർ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെയുള്ള പെരുമാറ്റ രീതി ആയിരുന്നു. പിന്നീട് വൈജയന്തിയോട് താക്കീത് കൊടുക്കണു. അതിനുശേഷം മക്കൾക്ക് ഒരു ഉപദേശമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ. കാര്യം, നിങ്ങൾ അച്ഛന് സുഖമില്ലാത്തത് കണക്കിലെടുക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും അനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് താളം തുള്ളേണ്ട കാര്യമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതനുസരിച്ച് ഇത്രയും പക്വതയായ കുട്ടികളാണ് നിങ്ങൾ, അതനുസരിച്ച് ചെയ്യുക. അതുപോലെ അലീന ഈ കുടുംബത്തിന് ഒരു അടിത്തറ ഇട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ വേറൊരു കോട്ടവും നിങ്ങൾ വരുത്താൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അലീനയെ സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ ഗംഗാധരനും മാലതിയൊക്കെ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എവളെ ഇവിടെ നിർത്തണ്ട, അതായത് അലീനെ ഇവിടെ നിർത്തണ്ട, അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, നമ്മുടെ അലീനേനെ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ അങ്ങനൊരു തീരുമാനമാണ് ഇതിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചവച്ചിട്ട് ഇറക്കാനും വയ്യ, എന്നാൽ തുപ്പിക്കളയാനും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇനി നാളെ വരാനിരിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, നമ്മുടെ ഗംഗാധരനും മാലതിയും വീടൊക്കെ അടച്ചിട്ടിട്ട് ഏകദേശം കുറച്ച് ദിവസം ആയല്ലോ. അപ്പോൾ അവർ തിരിച്ചു പോകാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കുട്ടികളോടും അതുപോലെ മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ ഗംഗാധരനും മാലതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അലീനയോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോൾ ഇവിടെ നിന്ന് പോകരുതെന്നും, നീ പോയാൽ ഈ കുടുംബത്തിൻ്റെ അടിവേര് പോകും, കാരണം ഈ ഒരു കുടുംബം ഇപ്പോൾ നിൻ്റെ നിയന്ത്രണത്തിലാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. അതുപോലെ വൈജയ്ക്ക് നല്ലൊരു വാണിംഗ് കൊടുത്ത് മുഖത്തടിച്ച് തന്നെ നമ്മുടെ ഗംഗാധരൻ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ അലീന നോക്കുമ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ ഇനി അടുക്കളയിൽ ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അലീനയോട് ഇനി മുതൽ അടുക്കളയിൽ കയറേണ്ടതായിട്ടില്ല, ആഹാരമൊന്നും നീ ഉണ്ടാക്കണ്ട, നീ എൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നാണ്. പക്ഷേ അലീന ഇത്രയും നാൾ അടുക്കളയിലൊക്കെ ഓരോ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം ഉണ്ടാക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. എന്തായാലും വൈജയന്തി ഇനി അടുക്കളയിൽ കയറി കുക്കിംഗ് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അലീന പതിവ് പോലെ തന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കി, കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ്. കാര്യം, ഈ കുടുംബത്തിൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അലീന എന്ന് കാലെടുത്ത് വെച്ചോ അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ താൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചെങ്കിലും അതിനൊരു അതായത് വൈജയന്തിക്കുള്ള ആ ഒരു ദേഷ്യം, സാറിനോടുള്ള ദേഷ്യം ഒരു പകുതിയെങ്കിലും കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ ബബിതയും നമ്മുടെ കൃഷ്ണമോളും കൂടെ വൈജയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എൻ്റെ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെങ്കിലും കേടുണ്ടോ? അമ്മ എന്തിനാണ്? അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ? അറ്റാക്ക് വന്ന് റെസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് ചാടി കയറി ഒച്ചയെടുക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അതല്ലേ അമ്മയ്ക്ക് ഇത്രയും ഒരു ഇത് വന്നത്? നീ ആരടി എന്നെ ഉപദേശിക്കാനെന്ന് പറഞ്ഞ് വൈജയന്തി നോക്കുകയാണ്. വൈജയന്തിക്ക് ഇത്രയും ഷോക്കഡായിട്ട് മക്കളുടെ മുമ്പിലും ഗംഗാധരൻ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തിട്ടും ആ ഒരു തള്ള് മല്ലുണ്ടല്ലോ, ആ ഒരു ഇതിനൊന്നും യാതൊരു അഹങ്കാരത്തിനൊന്നും യാതൊരു ഇതുമില്ല. മുഖത്തിന് ഇപ്പോഴും അതിൻ്റേതായ അഹങ്കാര ഭാവമാണ്. എന്നിട്ട് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞല്ലോ ആ അമ്മയുടെ ആഗ്രയിലെ കഥ, അതെന്തുവാ? അമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. വൈജ ഒരു നിമിഷം അങ്ങ് ഞെട്ടാണ്. എന്നിട്ട് വൈജ അപ്പം തന്നെ ആ മൈൻഡൊന്ന് മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ആഗ്രഹവിശേഷങ്ങൾ അറിഞ്ഞിട്ടേ നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ എന്ന് ചോദിക്കേണ്ട. ഇനി എന്നോട് ചാടി കടിക്കണ്ട, ഞാൻ അങ്കിള് പറഞ്ഞത് ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ വൈജയ്ക്ക് ബബിത അത് ചോദിച്ചുവെങ്കിലും കൃഷ്ണജയും ബബിതയും ഇത് എന്താണെന്ന് വെച്ചാൽ ആ പറഞ്ഞതിൽ എന്താണ്, അമ്മയ്ക്ക് നമ്മളെ ഒളിച്ചുള്ള രഹസ്യം എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് അവർ മെയിൻ ചോദിച്ചത്. എന്നിട്ട് കൃഷ്ണജ പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാണ്ടല്ല അച്ഛനോട് ചെന്ന് കതിർത്ത് സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? അമ്മ എന്തിനാണ്? അമ്മേൻ്റെ സ്വഭാവം ഇപ്പോഴും പണ്ടും അങ്ങനെ തന്നെ, അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അമ്മയുടെ ആ ഒരു അടിമത്ത അതായത് മറ്റുള്ളവരെ ശാസിച്ച് അടിച്ചമർത്തി
കഴിയണം എന്നുള്ള ഒരു രീതി അമ്മ ഇനിയെങ്കിലും മാറ്റണം എന്നൊക്കെ കൃഷ്ണജക്കുട്ടി അമ്മയുടെ പറയാണ്. നിങ്ങൾ എന്നെ ഉപദേശിക്കാറുണ്ട്, എൻ്റെ സീക്രട്ട് രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കേണ്ട, ഇനി അതറിഞ്ഞേ പോവുള്ളെന്ന് വല്ല നിർബന്ധമുണ്ടോയെന്ന് ചോദിച്ച് വൈജി അങ്ങോട്ട് തെറിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവാണ്. അപ്പം മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവാണ്. മുത്തശ്ശിക്ക് എന്തോ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് തിരിച്ച് പോവാണ്. അതിന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈജ ആകെ ഷോക്ക്ഡായി പോവാണ്. സ്വന്തം മക്കൾ മുഖത്ത് നോക്കി അത്രയും ആ ഒരു രഹസ്യം, ഇത്രയും വർഷം തൻ്റെ ഉള്ളിൽ കിടന്ന ആ രഹസ്യം സ്വന്തം മക്കൾ ഇപ്പം മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരവസ്ഥ, അത് ഓർത്തിട്ട് വൈജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. വൈജ നേരെ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞോ, ആ ഗംഗേട്ടൻ എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ആഗ്രയിലെ കഥ അറിഞ്ഞാൽ നിൻ്റെ മക്കൾ പോലും നിനക്കൊരു വില തരില്ല എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ മക്കൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. അമ്മ ഇതറിഞ്ഞോ? നിനക്ക് എന്താണ് വൈജ, നിനക്ക് എന്തിൻ്റെങ്കിലും കേടുണ്ടോ? നീ എന്തിനാണ് ഈ വീട്ടിൽ ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നീ എന്തിനാണ് ആ അലീനയുടെ മെക്കിട്ട് ഇങ്ങനെ കയറുന്നത്? നീ ആ കൊച്ചിൻ്റെ മുഖത്തടിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. നീ ആരെ കൂടെയുള്ള ദേഷ്യം തീർക്കുന്നതാ? നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നീ ഒരു കാര്യം ഓർത്തോ, ഗംഗാധരം പറഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ വാ കൊണ്ട് നിൻ്റെ മക്കളെടുത്തും നിൻ്റെ ഭർത്താവായ ബാലേന്ദ്രൻ്റെ അടുത്തും നിൻ്റെ ആഗ്രയിലെ കഥകളൊക്കെ ഞാൻ വിളിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജ ഒന്നും കൂടെ ഷോക്ക്ഡ് ആവുകയാണ്. ആയിക്കോട്ടെ, എല്ലാവരും കൂടെ എന്നെ ശിക്ഷിച്ചോളൂ, എത്രത്തോളം ശിക്ഷിക്കാൻ പറ്റും അത്രയും നിങ്ങൾ എന്നെ ശിക്ഷിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. മക്കളോ ഭർത്താവോ ആരാണെങ്കിലും അമ്മ ഉൾപ്പെടെ എന്നെ ശിക്ഷിച്ചോളൂ, ഞാനാണല്ലോ ഏറ്റവും വലിയ തെറ്റുകാരി എന്നൊക്കെ പറഞ്ഞ് വൈജ ആകെ അങ്ങ് സെൻറ്റി ആവുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു കൊടുക്കണം, മുത്തശ്ശി പറഞ്ഞു കൊടുക്കണം, എടി നീ ഇനിയെങ്കിലും കുറച്ചും കൂടെ നന്നാവുക. ആ അലീന ഇവിടെ വന്നപ്പം തൊട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? വൈജ നീയല്ലേ? എന്തെങ്കിലും ആ കുട്ടി എൻ്റെ കാര്യങ്ങൾ നോക്കണോ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണോ, കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിൻ്റെ വായിന്ന് പോലും ഒരു എതിർത്തൊരു വാക്ക് അത് പറയുന്നില്ല. പിന്നെ നീ എന്തിനാണ് അതിൻ്റെ മെക്കിട്ട് കയറുന്നത്? അമ്മ എന്താണ് ഈ പറയണത്? ഈ സ്വന്തം ഭാര്യയെക്കാട്ടിലും വീട്ടുവേലക്കാരിക്ക് ഒരു ഭർത്താവ് സ്ഥാനം കൊടുക്കുന്ന വീട്ടുവേലക്കാരിക്കാണ്. അത് ഞാൻ അംഗീകരിച്ച് കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. അത് നിൻ്റെ തെറ്റായ തോന്നലാണ്. നിൻ്റെ മകളുടെ പ്രായമല്ലേ വരുള്ളൂ അലീനയ്ക്ക്. നിനക്ക് നാണമുണ്ട്? ഇത്രയും വർഷം 10-25 വർഷം സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോഴാണോ നിനക്ക് മോളെ പ്രായമുള്ള ഒരുത്തിയും ചേർത്ത് പറയാനുള്ളത്? അത് അലീന, അവളുടെ സ്വഭാവം നിന്നെക്കാട്ടിലും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അമ്മ നല്ല മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണ്. ആയിക്കോട്ടെ അമ്മ, എല്ലാവരും എന്നെ പഴിചാരിക്കുള്ളൂ, ഞാനാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ തെറ്റുകാരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ വൈജ പുറത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിലോട്ട് വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ്ക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുക എന്നുള്ളതാണ് വൈജയുടെ ആവശ്യം. അത് തന്നെയാണോ മുത്തശ്ശി ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പൊക്കോളാം, എനിക്ക് പോകാൻ ഞാൻ തയ്യാറാണ് മുത്തശ്ശി, എനിക്ക് സാറിൻ്റെ കാര്യം ഓർത്തിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ സാറും അതിനോടൊപ്പം ഇറങ്ങുമെന്നാണ് സാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഗംഗാധരൻ സാറും മാലതി മാഡവും ഒക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് എന്നോട് നല്ല സ്നേഹത്തോടെയാണ് അവരെന്നോട് പെരുമാറുകയും സംസാരിക്കുകയും സ്വന്തം മോളെപ്പോലെയാണ് അവരൊക്കെ എന്നോട് സംസാരിക്കുന്ന മുത്തശ്ശി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി ഈ കുടുംബത്തിനൊരു താങ്ങായിട്ട് നീ നിൽക്കണം എന്നാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു തീരുമാനം എടുക്കാനും കഴിയുന്നില്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഒരിക്കലും പോകണമെന്ന് എന്തായാലും ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ നീ ഈ കുടുംബത്തെ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരാൾക്കും ദോഷം വരുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. പിന്നെ വൈജയുടെ സ്വഭാവം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഗംഗാധരനും മാലതിയൊക്കെ വന്നതിൽ പിന്നെ ഒരു പേടി കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അവളെ. അതുകൊണ്ട് ഇനി അധികം അവൾ തല പൊക്കില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയുകയാണ്. പക്ഷേ എൻ്റെ മനസ്സ് എനിക്കിവിടെ ഒട്ടും നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അലീന കരയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ എന്തോ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അലീനെ വിളിക്കണം. അപ്പോൾ അലീന അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാർ എന്നുള്ളൊരു വിളി നിന്നോട് വേണ്ട എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ അതുപോലെ പെരുമാറിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. സാർ ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ, നീ എങ്ങോട്ട് പോകണു? നീ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ ആ നിമിഷം ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. നിന്നെ ആരെന്ത് വേണോ പറഞ്ഞോട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ
നേരെയോ നിൻ്റെ നേരെയോ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരും, പ്രത്യേകിച്ചും വൈജ. അത് എങ്ങനെ തരണം ചെയ്യണമെന്നും അത് ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. നീ ഇതുവഴി കേട്ട് അതുവഴി കളയുക, അല്ലെങ്കിൽ അത് തൻ്റെ ഇടത്തോടു കൂടി നീ നേരിടുക. അല്ലാണ്ട് നീ ഈ രീതിയിൽ അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സാർ, എനിക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ കുടുംബത്തെ 6 മാറായി പോവും. കാരണം ഞാൻ വന്നതിൽ പിന്നെയാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ. അതെന്തോ ആയിക്കോട്ടെ, ഈ വീട്ടിൽ ഇനി മുതൽ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കും. ഇനി വൈജയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വൈജ ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്ന രീതിയിൽ പറഞ്ഞു. എന്തായാലും നീ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാനല്ലേ നിനക്ക് ശമ്പളം തരുന്നത്, ഞാൻ പറയുന്ന അനുസരിച്ച് നീ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അലീനെ പറഞ്ഞു വിടാണ്. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഇതിങ്ങനെ പോയാൽ പറ്റില്ല. വൈജ ഇവളെ നേരെ നല്ല രീതി, കാരണം അലീനയ്ക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. വൈജയുടെ ആ ഒരു വേദനിപ്പിക്കലും കുത്തുവാക്കുകളും കണ്ട് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അലീന നേരിട്ടുകൊണ്ടിരിക്കുന്നത് വൈജയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇതിനൊരു തരണം വരുത്തണം. ഒന്നുകിൽ അവളെ ഇവിടെ വൈജയന്തി ഇവിടെ നിന്ന് പൊക്കോട്ടെ, എന്നിരുന്നാലും ശരി അലീന ഇവിടെ നിന്ന് പോവില്ല. അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് ഞാൻ സാധ്യമാക്കി കൊടുക്കില്ല എന്ന് ബാലേന്ദ്രൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണജയും ബബിതയും കൂടെ സംസാരിക്കുന്ന ഒരു സീനൂടെ ഉണ്ട്. അതായത് അവർ തമ്മിൽ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ സംസാരിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, ഇവിടെ വന്നത് പിന്നെയാണ് കൃഷ്ണ, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയ, ഇതിനു മുന്നേ നമ്മുടെ അച്ഛനും അമ്മയും ഇത്രയും വഴക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ പറഞ്ഞു ഇല്ല, അപ്പോൾ അവൾ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ കൃഷ്ണജ പറഞ്ഞു, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊന്നും എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ സംബന്ധിച്ച് ഇത്രയും നാൾ അച്ഛൻ ആരോടും ഒന്നും എതിർത്ത് പറയാറില്ല. അമ്മ പറയുന്നത് എന്താണോ അത് തന്നെ. അച്ഛൻ ഇപ്പോൾ ചില കാര്യങ്ങൾ എതിർത്ത് അച്ഛൻ സ്വയം അച്ഛൻ്റേതായ തീരുമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. അമ്മയുടെ സ്വഭാവമാണെങ്കിൽ കടിക്കാത്ത പട്ടിയുടെ വായിൽ വിരലിട്ട് കടിപ്പിക്കുന്ന രീതിയാണ് അമ്മയുടെ സ്വഭാവം. അതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരുമെന്ന് ചേച്ചിക്ക് ബബിതയ്ക്ക് ഉറപ്പുണ്ടോയെന്ന് കൃഷ്ണജ ചോദിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മുടെ കൃഷ്ണജ പറയണം, ഒരിക്കലും തീരില്ല. അലീനെ ചേച്ചി ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ അമ്മയുടെ മുന്നിൽ അച്ഛൻ തോറ്റു എന്നുള്ള രീതിയിൽ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് അച്ഛനെയും നഷ്ടപ്പെടും. അതുകൊണ്ട് അലീന ചേച്ചി നിന്നാലും പ്രശ്നം തീരാൻ പോകുന്നില്ല. അലീന ചേച്ചി പോയാലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരില്ല എന്ന് നമ്മുടെ കൃഷ്ണജ കുട്ടി പറയാണ്. എന്തായാലും ആ വീട്ടിൽ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയാണ്. കാര്യം വൈജയെ സംബന്ധിച്ച് വൈജ എല്ലാ പേരും മക്കൾ ഉൾപ്പെടെ ഒരു ചോദ്യചിഹ്നമായി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്താവും, ഏത് രീതിയിലെത്തും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുപോലെ മക്കളുടെ ഇടയിലും സ്വന്തം അമ്മയെക്കുറിച്ചൊരു ചോദ്യം, അമ്മയ്ക്ക് അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് നമ്മളോട് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം ഗംഗാധരങ്ങൾ പറഞ്ഞേക്കുന്നത് എന്താണ്, അതാണ് കുട്ടികളുടെ ഒരു ചോദ്യം. അതുപോലെ അലീന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അങ്ങോട്ടും പറ്റുന്നില്ല ഇങ്ങോട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം നമ്മുടെ മരുതൂര് മുൻപ് സീരിയൽ ഏത് രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നാളത്തെ റിവ്യൂ എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ മുത്തുമണീസൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് വന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.